സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്ന ശബരിമല. പക്ഷേ കുറച്ച് ഭക്തർ വന്നാൽ തന്നെ അവിടെ പോലീസിന്റെ വിളയാട്ടമായിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് പേരെത്തിയ കുംഭമേളയിൽ സേവാഭാരതി കൃത്യമായി തന്നെ ജനങ്ങളെ ഉപദ്രവിക്കാതെ, അവിടെ വരുന്ന ഭക്തരെ ഉപദ്രവിക്കാതെ അതെങ്ങനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു? കാരണം ശബരിമല നമ്മുടെ മുന്നിലുണ്ട്. ഭക്തരെ എങ്ങനെ വേദനിപ്പിക്കാം, എങ്ങനെ ഉന്തി മാറ്റാം, എങ്ങനെ പുറത്താക്കാം എന്നാണ് അവരുടെ ചിന്ത. ഒന്ന് നേതൃത്വം, ലക്ഷ്യം, ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ. നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് സ്വാമി ആനന്ദവനം ഈ പരിപാടി നടത്തിയത്. എതിർപ്പ് ധാരാളം ഉണ്ടായിരുന്നു. എതിർപ്പ് വന്ന സമയത്ത് ആ എതിർപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ഹിന്ദു സമൂഹം മുന്നോട്ട് വന്നു. അതിന് എതിർപ്പുണ്ടായത്, പാലം കിട്ടുന്നതിൽ എതിർപ്പുണ്ടായി, എല്ലാ കാര്യങ്ങളും എതിർപ്പുണ്ടായി. മലപ്പുറം ജില്ലയിൽ നടക്കില്ല എന്ന് പറഞ്ഞ നേതൃത്വം ഉണ്ടായിരുന്നു. പക്ഷെ നടത്തും എന്ന് രഹസ്യമായിട്ട് മനസ്സിൽ ചിന്തിച്ച മറ്റൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി സ്വാമിജിയും ആ നേതൃത്വം എല്ലാം കൂടി ചേർന്ന സമയത്ത് പിന്നെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അതിനെക്കുറിച്ചായി ആലോചന. ആ കാര്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു. അപ്പോൾ അതനുസരിച്ച് ഡിവൈഡ് ചെയ്തു ഓരോന്നും ചെയ്യേണ്ട ആൾക്കാരെ. ഇതിനായിരിക്കല്ലോ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അത് പ്രകാരം സേവന രംഗത്ത് പ്രവർത്തിക്കേണ്ട സേവാഭാരതി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർക്ക് അവർ ട്രെയിൻഡാണ്. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ, അവരോട് ദേഷ്യപ്പെടാതെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആദ്യമേ തന്നെ അവർക്ക് ബോധിപ്പിച്ചിട്ടുണ്ടാവും, ബോധം വന്നിട്ടുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നേതൃത്വമുണ്ട്. അതിൻ്റെ താഴേക്കടയിലേക്ക് വേറെ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് സാധാരണ പ്രവർത്തകന്മാരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ആ പരിപാടി ഏറ്റെടുത്തു. ആദ്യമേ തന്നെ അവിടെ ഒരു 1000 പേരോ 1500 പേരോ ഒക്കെ വരുള്ളൂ എന്നല്ലേ ചിന്തിച്ചത്. എതിർപ്പ് വന്ന സമയത്ത് 1500 മറികടന്നു, 2000 മറികടന്നു. അവസാനത്തെ ദിവസമായപ്പോഴേക്ക് ഒരു 10-30 ലക്ഷത്തോളം ആൾക്കാരാണ് എത്തിച്ചേർന്നു. പക്ഷെ കണ്ട കാഴ്ച അവിടെയാണ് നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ചെറിയ മുറുമുറുപ്പ് പോലും അവിടെ ഉണ്ടായിട്ടില്ല. അഴുക്ക് പോലും അവിടെ ഇല്ല. ഇത്രയും വലിയ ആരാധനയും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് ആ പുഴ മലിനമായിട്ടില്ല. അത് വലിയൊരു പ്രത്യേകതയാണ്, മലിനമായിട്ടില്ല. കുറച്ച് ദിവസം കൊണ്ടാണ്, എന്നിട്ട് പോലും മലിനമാകാതിരുന്നത്. ഇവിടെയാണ് ശബരിമല നമ്മൾ പ്രത്യേകത കാണേണ്ടത്. ആൾക്കാരെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്നു. 15 പേർക്ക് ഒരു ബോട്ടിൽ കയറാൻ സാധിക്കുള്ളൂ. ആ 15 പേരിൽ ഒരാളെ പോലും കൂടുതൽ കയറ്റില്ല. പക്ഷെ അത് നിയന്ത്രിക്കാനുള്ള ആൾക്കാരവിടെ. ഇതേപോലെ പാലത്തിൽ കൂടി വരുന്ന ആൾക്കാരുടെ സംഖ്യ നിയന്ത്രിക്കാനുള്ള ആൾക്കാർ. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്ക് ഇരിപ്പിടങ്ങൾ, അല്ലാത്ത ആൾക്കാർ കച്ചടക്കത്തോടു കൂടി ഇരിക്കാനുള്ള, ഭജന നടത്താനുള്ള സ്ഥലങ്ങൾ, ആരതി നടത്തുന്നിടത്തിൽ അത് ശരിയാക്കാനുള്ള ആളുകൾ, ഇതെല്ലാം നടക്കുന്നു. ഇതിനേക്കാൾ ഭയങ്കരമാണ് ഭക്ഷണം. ആകെ 1000-1500 പേർക്ക് തയ്യാറാക്കിയിരുന്ന ആദ്യത്തെ ദിവസത്തെ ഭക്ഷണം, അത് ആ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മോഹനൻ നമ്പൂരി തന്നെ പറയുണ്ടായി പഴയിടം. അവസാന ദിവസമായപ്പോഴേക്ക് 45,000-50,000 പേരാണ് ആദ്യം കൊണ്ടുവന്ന പാത്രങ്ങൾ പോരാതെ. പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തിച്ചുകൊണ്ടിരുന്നു. സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു, വിളമ്പാനുള്ള ആൾക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, മുറിക്കാനുള്ള ആൾക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ശബരിമലയും ഇതും തമ്മിലുള്ള നമ്മുടെ താരതമ്യം പഠനം നടത്തേണ്ടത്. ഇവിടെ പോലീസുകാരില്ല. പോലീസുകാരെന്ന് തിരൂരിലുള്ള പോലീസുകാരേ ഉള്ളൂ, ആ ഭാഗത്തുള്ള പോലീസുകാരേ ഉള്ളൂ. പോലീസില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശബരിമലയിൽ മുഴുവൻ ചെയ്യുന്നതും പോലീസാണ്. ഇവിടെ ചെയ്യുന്നത് സിവിലിയൻസ്, അതായത് സേവാഭാരതിയുടെ പ്രവർത്തകരാണ്. അവരെത്ര ദിവസമായിട്ട് അവിടെ ഉണ്ടെന്നറിയാം. ഉറക്കളക്കുണ്ടെങ്കിൽ ഉറക്കളിക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം വിളിച്ച് മറ്റൊരു ശമ്പളം വാങ്ങിക്കുന്നു. ഇവിടെ ഒരു പ്രതീക്ഷയില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആകെ സമാജത്തോടുള്ള കടപ്പാട് മാത്രമാണ് ഒരു പ്രതീക്ഷ. ഈ സമൂഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? സന്യാസിരാഷ്ട്രം എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള വലിയൊരു ബോധം അസമാജ പ്രവർത്തനമാണ്. ഇതാണ് സേവാഭാരതിയുടെ പ്രേരണ ഇത് ചെയ്യാനുള്ളത്. അതുകൊണ്ട് സേവാഭാരതി പ്രവർത്തകർ ചെയ്യുന്ന അതേ കാര്യം
ശബരിമലയിൽ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതേ ചിന്തയോട് കൂടിയിട്ട് ശബരിമലയിലും ഇതേപോലെ തന്നെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ചെയ്യാൻ സാധിക്കും. അതിനെ ആരൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടത്? ഇപ്പം വരുന്ന ആൾക്കാർ അഥവാ സേവാഭാരതി പോലുള്ള സംഘടനകൾ, സേവാഭാരതി മാത്രമല്ല സേവനം ചെയ്യുന്നത്, സന്യാസാശ്രമങ്ങളിൽ സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശബരിമലയിൽ ഇന്ന് നടക്കുന്ന ഈ കുഴപ്പങ്ങൾ പലതും ഉണ്ടാവില്ല. അല്ല, കുറച്ച് നാളുകളായി നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹിന്ദു സംഘടനകളെ പൂർണ്ണമായി തന്നെ ശബരിമലയിൽ നിന്ന് ഒഴിവാക്കിയ ഘട്ടമാണ്. അതെ, അപ്പോൾ അത് മാറ്റിയിട്ട് അവരെ വിശ്വാസത്തിലെടുക്കണം. നമുക്കറിയാം കുംഭമേള ഈ സംഘടനകളെ സംബന്ധിച്ച് തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ചൈന വാറുണ്ടായ സമയത്ത് അവിടെ ആരെയാ വിളിച്ചത് സേവനം ചെയ്യാൻ? വിഭജനം ഉണ്ടായ സമയത്ത്, ഭാരത വിഭജനം, അവിടെ പോയത് ആരാ? ഹിന്ദു സംഘടനകളാണ് പോയത്. ഹിന്ദു സംഘടനാ നേതൃത്വം, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പരമപൂജ്യ ഗുരുജി ഒത്തുതീർപ്പ് സംഭാഷണത്തിന് പോയി. ഇതേപോലെ തന്നെ ചൈന വാറുണ്ടായ സമയത്ത് ഗുരുജിയെ വിളിച്ചില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ട് വിളിച്ച് നിങ്ങളുടെ സേവനം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ സേവന രംഗത്ത് അന്ന് സേവാഭാരതി ഇല്ല, പക്ഷെ സേവന രംഗത്ത് പോയി പ്രവർത്തിക്കാൻ മരണം പോലും വരിക്കാൻ തയ്യാറായിക്കൊണ്ട് ആൾക്കാർ മുമ്പോട്ട് പോയിട്ടില്ലേ? അവർക്ക് ഭക്ഷണം കൊടുക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും അന്ന് സംഘ സ്വയംസേവകർ തയ്യാറായി. ഇതിൻ്റെ ഫലമായി ആ ചൈന വാർ കഴിഞ്ഞ സമയത്തുള്ള റിപ്പബ്ലിക് ഡേ പരേഡിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഘോഷവാദകന്മാർ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദസഞ്ചാരത്തിൻ്റെ റൂട്ട് മാർച്ചിൽ പട്ടാളക്കാരോടും പോലീസുകാരോടും ഒപ്പം ഡൽഹിയിൽ പങ്കെടുത്തില്ലേ? ഡൽഹിയിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും കേരളത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം സേവനം ആവശ്യം വരുന്ന സമയത്ത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ സേവനം ചെയ്യാൻ തൽപരരായുള്ള, എന്തും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ സേവാഭാരതി പോലുള്ള സംഘടനകൾ ഇന്നും കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, ഭാരതത്തിൽ മുഴുവനുണ്ട്. അതുകൊണ്ടാണല്ലോ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുൻനിരയിൽ എങ്ങനെ സേവാഭാരതത്തിൽ ഒന്നും പ്രതീക്ഷയല്ല. അവരെ പലപ്പോഴും തമസ്കരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാകാറുണ്ട് ഇല്ലേ? വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടതല്ലേ? അവർ തമസ്കരിച്ചു, ക്യാമറ മറച്ചു വെക്കുകയാണ് അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്രളയം ഉണ്ടായ സമയത്ത്, ഈ സമയത്ത് ആരായിരുന്നു മുൻപന്തിയിൽ? ജനങ്ങൾ അംഗീകരിച്ചില്ലേ? അന്ന് ഉണ്ടായ പരിക്കിൻ്റെ ഫലമായി മരണപ്പെട്ട സ്വയംസേവകരില്ലേ പിൽക്കാലത്ത്? അപ്പം ഈ നിലയ്ക്കെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നെങ്കിൽ ശബരിമലയിലും വളരെ നിസ്സാരമായിട്ട് വേറെ ശല്യമൊന്നുമില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസോ പട്ടാളമൊക്കെ നോക്കട്ടെ, സേവന കാര്യങ്ങൾ, ആൾക്കാരെ കടത്തിവിടുന്ന കാര്യങ്ങൾ, ശബരിമല 18-ാം പടി കയറുന്ന കാര്യങ്ങൾ, ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ, വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സേവാഭാരതി പോലുള്ള സംഘടനകൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പം നമ്മൾ തവനൂരിലും തിരുനാവായയിലും ഭാരതപ്പുഴയുടെ മറ്റുള്ള തീരത്തും പൊതുവേ തൃശ്ശൂർ ജില്ലയിലും മുഴുവൻ കണ്ടത്, തിരൂർ ജില്ലയിലും തിരൂർ ഭാഗത്ത് മുഴുവൻ കണ്ടത്. അപ്പോൾ ഇത് സാധിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ സർക്കാർ വിശ്വാസത്തിലെടുക്കണം. സർക്കാരല്ല, ആരാണോ നടത്തിപ്പുകാരെന്നുള്ള ആ വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അതിനുള്ള ഒരു ശക്തിയും കഴിവും സേവാഭാരതി പോലുള്ള സംഘടനകൾക്കുണ്ട്. അതിൻ്റെ ഒരു മാതൃക കൂടിയിട്ടായിരുന്നു നിശ്ചയദാർഢ്യം, അതേപോലെ തന്നെ സംഘടനാ മികവ്, സേവാ മനോഭാവം, സമർപ്പണ ഭാവം, ഇതെല്ലാം കൂടി ഒത്തിണങ്ങി. അതുകൊണ്ട് പരിപാടി വിജയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അവിടെ ശബരിമല ഇതിന് ചെയ്യാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.